ഇന്നേ ഇവിടെ അണ്ണാമ്പഴം കൊണ്ട് പായസം വയ്ക്കാൻ പോവുകയാണേ പ്രഥമൻ. അണ്ണാമ്പഴം ഇതാ, ഇത് മുഴുവനെ ഉണക്കിയ പഴമാണ്. അതാണ് ഈ ഉരിച്ച് വെച്ചിരിക്കുന്നത്. ഇത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഈ പഴം എല്ലാം കൂടി ഇട്ടാണ് ഞാൻ പ്രഥമനാണ് വയ്ക്കുന്നത്. അതിന് വേണ്ടത് ചവ്വരി, മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, ഏലക്ക, നെയ്യ്, പിന്നെ തേങ്ങാപ്പാലാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ എണ്ണയെ എടുക്കുള്ളൂ. തേങ്ങ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇത്രയാണ് ഇതിന് വേണ്ടത് സാധനങ്ങൾ. മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ബദാമും എല്ലാം മൂത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴമാണ്. ഉണക്കിയ പഴമാണ്. പഴപ്രഥമനാണ്. അണ്ണാൻ പഴമാണത്. അണ്ണാൻ പഴം നെയ്യിലിട്ട് വരട്ടേനെ. ഇത് വറുത്തതാ കോരിയിട്ടുണ്ട് കേട്ടോ. വളപ്പൊരി വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ശർക്കര പാനി വെച്ചാൽ പോവേണേ. ശർക്കര ഇട്ടിട്ട് പിന്നെ പാല് കാച്ചി നെയ്യ് ഒക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. പഴം അതിൽ തട്ടിയിടാ വരട്ടേണേ. ആദ്യം നെയ്യിൽ വറുത്ത് വച്ചു. ഇപ്പം രണ്ടാമത് ശർക്കര ഇതാക്കിയിട്ട് അതിലിട്ടതാ നല്ല വറുത്തിയെടുക്കുകയാണ്. പിന്നീട് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുള്ളൂ. ചവ്വരിയുണ്ട്. ചവ്വരി കാച്ചി വെച്ചിട്ടുണ്ട്. ചവ്വരിയാണ് കാച്ചി വെച്ചിട്ടുണ്ട്. ചവ്വരി വെച്ചിട്ട് തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും വെച്ചിട്ടുണ്ട്. നല്ല വറണ്ട് നല്ല പരുവായി. നമ്മളിതിലേക്ക് പാലൊഴിക്കാൻ പോവുകയാണ്. പഴമാണ് ഒന്നാം പാലാണ് ഒഴിക്കുന്നത്. ഒന്നാം പാലല്ല, രണ്ടാം പാലാണ് ഒഴിക്കുന്നത്. ഈ രണ്ടാം പാൽ തിളച്ച് വറ്റുമ്പോൾ അടുത്ത് ചവ്വരി ചേർത്തിട്ടാണ് നമ്മൾ ഒന്നാം പാൽ ചേർക്കുന്നത്. ഇങ്ങനെയാണ് ഈ പായസം വയ്ക്കുന്നത്. എന്നിട്ട് അതിൽ ഏലക്കായെല്ലാം ഇട്ട് അതൊന്ന് ഇതായി വരുമ്പോൾ അടുത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, ബദാമ്, മുന്തിരിങ്ങ എല്ലാം കൂടി അതിലിട്ട് ഇട്ട് കൊടുക്കും. ചവ്വരി ഒഴിച്ച് അത് നല്ല ഇതായിട്ട് വരണം.